ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പെപ്പർ ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാനായിട്ട് 10 മിനിറ്റ് നേരം ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു. 10 മിനിറ്റിന് ശേഷം കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ചെറിയ ഓട്ടകളുള്ള പാത്രത്തിലേക്ക് മാറ്റിയത് ബീഫ് വേവിക്കുമ്പോൾ അധികം വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത 1 സ്പൂണ് ഇഞ്ചി, 1 സ്പൂണ് വെളുത്തുള്ളി, 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 1 സ്പൂണ് ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബീഫ് വേവിക്കുമ്പോൾ ഇതിൽ തന്നെ വെള്ളം ഉണ്ടായി വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 2-3 വിസിൽ വരുന്നവരെ വീണ്ടും വേവിക്കുക. ബീഫിന്റെ വേവ് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫിനനുസരിച്ചിരിക്കും അതിന്റെ വേവ്. പിന്നെ നമ്മൾ എടുക്കുന്ന പ്രഷർ കുക്കറിന്റെ വലുപ്പത്തിനനുസരിച്ചും വേവിന് വ്യത്യാസം വരും. ബീഫ് വേവണ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പം 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 സ്പൂണ് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചെറുതായി കട്ട് ചെയ്ത തേങ്ങയും കൂടി ചേർത്ത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റിന് ശേഷം 1 കപ്പ് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറിയുള്ളി എന്ന് പറയുമ്പം ഏകദേശം 25-30 ചെറിയുള്ളി ഉണ്ടാവും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ഗോൾഡൻ നിറാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളിയും തേങ്ങയൊക്കെ ചെറുതായിട്ട് ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഗരം മസാലക്ക് പകരം മീറ്റ് മസാല ആയാലും മതി. മീറ്റ് മസാല ആണെങ്കിൽ 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് മസാലപ്പൊടികളെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനേക്കാളും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കുക. എരിവ് കുറവാണെങ്കിൽ 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാക്കൊത്തിട്ട പെപ്പർ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.